ഇഡി എന്ന് കേട്ടപ്പോ ഏതോ ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാറിന്റെ ഒരു കഥാപാത്രം പറയുന്നത് പോലെ എന്തോ ആണ് എന്ന് ധരിച്ച ചിലർ അവരുടെ നേരെ ചുടുകട്ടയും കല്ലും കൊണ്ട് പാഞ്ഞു. പാവങ്ങൾ അവർ കരുതിയത് ലാവലിൽ നിന്നും മാസപ്പടി കേസിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ടു നിൽക്കുന്ന പിണറായി സഖാവിന് ഇതൊക്കെ ചീള് കേസുകളാണ് എന്നാണ്. എന്നാൽ ഇപ്പൊ കേട്ടോ, ഇനി 2036 വരെ വെളിച്ചം കാണുക പ്രയാസമാണത്രേ. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷയെ ഹൈക്കോടതിയിൽ എതിർത്ത് ഇഡി. എന്തായാലും നേതാക്കന്മാർക്ക് വേണ്ടി മുന്നും പിന്നും നോക്കാതെ ചാടിത്തുള്ളി പോകുന്നവർ ഓർത്തോ, ഇവിടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിനും ക്രമസമാധാനത്തിനും ഒക്കെ ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർ പൗരന്മാരെ പോലെ പ്രധാനമാണ്. എന്നാൽ ക്രിമിനലുകൾ അവർ നിയമത്തിനു മുന്നിൽ അഴിയെണ്ണിയിരിക്കും. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ ഈ ഒരു നിലപാട്, ഈ ഒരു നടപടിയെ രാജ്യം പ്രശംസിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അവർ ശരിക്കും ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് അവരുടെ നിർദ്ദേശം നടപ്പിലാക്കാൻ എത്തിയവരാണ്. അവർക്ക് നേരെയാണ്, വെറും സാധാരണക്കാർക്ക് നേരെ, സാധാരണ സമരക്കാർക്ക് നേരെ ചെയ്യുന്ന ആക്രോശവുമായി ഈ സഖാക്കന്മാരെല്ലാം ചാടിത്തുള്ളി പുറപ്പെട്ടത്. 2036, അതായത് 10 കൊല്ലം നേതാവിന്റെ മകൾക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെ പട്ടിണിക്കിട്ടവർ, നേതാവിനെ പ്രീതിപ്പെടുത്താൻ ഇഡിയെ ആക്രമിച്ച പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി IP ബിനുവും 24 കൂട്ടാളികളും ഇനി 2036 പുറത്തിറങ്ങൂ എന്നാണ് കേൾക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അജയൻ ഒരു വിശദമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പിൽ വളരെ വിശദമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെക്കുറിച്ചും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കാം എന്നതിനെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വായിക്കാം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് പ്രതികളുടെ ജാമ്യ അപേക്ഷയെ ഹൈക്കോടതിയിൽ എതിർത്ത് ഇഡി. പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഉദ്യോഗസ്ഥരെ CPIM പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിച്ചു. കല്ലും ഇഷ്ടികയും ഇരുമ്പ് ദണ്ഡുകളുമായി. മരണം സംഭവിക്കുക എന്ന പൂർണ്ണ ബോധ്യത്തോടെയായിരുന്നു CPIM പ്രവർത്തകരുടെ ആക്രമണം. ആക്രമണത്തിൽ ഇഡി ഉദ്യോഗസ്ഥനും CRPF ജവാനും ഡ്രൈവറിനും ഗുരുതര പരിക്കേറ്റു. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സംഘടിതവും ആസൂത്രിതവുമായി ആക്രമിച്ചുവെന്നും ഇഡി ഹൈക്കോടതിയിൽ പറഞ്ഞു. CPIM ആക്രമണത്തിന് പിന്നിൽ വലിയ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. വാഹനം തകർത്തതിലൂടെ 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. ആയുധങ്ങൾ കണ്ടെടുത്തതുകൊണ്ട് മാത്രം അന്വേഷണം പൂർത്തിയാവില്ല. നിയമവിരുദ്ധമായി സംഘടിച്ചതിന് പിന്നിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക ആയിരുന്നു ലക്ഷ്യം. ഇഡിയുടെ ഭാഗം കേൾക്കാതെ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കരുത് എന്നാണ് ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ഹൈക്കോടതിയിൽ നൽകിയ മറുപടി. ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കലായിരുന്നു ലക്ഷ്യം. പ്രകോപനം മൂലമുണ്ടായ ആക്രമണമല്ല പിണറായിയുടെ വീടിന് മുന്നിൽ നടന്നത്. പരിശോധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ നടത്തിയ ആക്രമണം സമയമെടുത്ത് ആലോചിച്ച ശേഷമുള്ളതായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് ഇഡിയുടെ വാദം. ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് ലഘുവായി കാണരുത് എന്നും ഇഡി കോടതിയോട് ആവശ്യപ്പെട്ടു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 60 ദിവസം ജയിലിൽ കിടന്നിട്ടും ജാമ്യം ലഭിക്കാത്തതിന് പിന്നാലെയാണ് CPM പ്രവർത്തകരായ പ്രതികൾ കൂട്ടത്തോടെ ഹൈക്കോടതിയെ സമീപിച്ചത്. 60 ദിവസത്തിലേറെയായി ജാമ്യം ലഭിക്കാതെ 24 CPM പ്രവർത്തകർ ജയിലിലാണ്. 2 വട്ടം സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളി. സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയാൻ ഭാഗിക കുറ്റപത്രം നൽകാൻ അന്വേഷണ സംഘവും നീക്കം നടത്തുന്നു. അങ്ങനെ വന്നാൽ ജയിലിൽ നിന്ന് ഉടനൊന്നും പുറത്തിറങ്ങാനുമാകില്ല. ഇഡിയും കേസിൽ കക്ഷി ചേർന്ന് ശക്തമായ നീക്കമാണ് നടത്തുന്നത്. ഇതോടെയാണ് ആദ്യമായി പ്രതികൾ ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ക്രമസമാധാന പാലകർക്ക് നേരെയുണ്ടായ ആക്രമണവും കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുമായ 2 കേസുകളും ഒന്നിച്ചു ചേർത്ത് ഒറ്റ കുറ്റപത്രമായി കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് നീക്കം നടത്തുന്നത്. ഇത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനും കേസിന്റെ ഗൗരവം കുറയ്ക്കുന്നതിനുമുള്ള സാധ്യതകൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പോലീസ് കരുതുന്നു. ആക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളുടെയും പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും പരിശോധനാ ഫലമാണ് ഇനി പോലീസിന് ലഭിക്കാനുള്ളത്. സൈബർ സെല്ലിന്റെയും സ്റ്റേറ്റ് ഫോറൻസിക് ലബോറട്ടറിയുടെയും പക്കലുള്ള ഈ റിപ്പോർട്ടുകൾ കേസിൽ അതീവ നിർണായകമാണ്. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ രേഖകൾ, ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളിലെ വിരലടയാളങ്ങൾ എന്നിവയുടെ ശാസ്ത്രീയ സ്ഥിരീകരണം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഈ പരിശോധനാ ഫലങ്ങൾ ഔദ്യോഗികമായി കൈപ്പറ്റിയ ശേഷം മാത്രമേ കുറ്റപത്രത്തിന്റെ അന്തിമ രൂപം തയ്യാറാക്കുകയുള്ളൂ എന്ന് സിറ്റി പോലീസ് ഉന്നതർ വ്യക്തമാക്കി. ഇവന്മാരെ കൊല്ലട എന്ന് ആക്രോശിച്ച 3 കാറുകൾ വളഞ്ഞെന്നും ദേഹോപദ്രവം ചെയ്ത് ഡ്യൂട്ടി തടസ്സപ്പെടുത്തണമെന്നും വധിക്കണമെന്നുമുള്ള ലക്ഷ്യത്തോടെ മാരക ആയുധങ്ങളുമായി ഏകദേശം 300 പേർ ചേർന്ന് ആക്രമിച്ചുവെന്നും ആദ്യ കേസിലെ FIR-ൽ പറയുന്നു. തടയാൻ ശ്രമിച്ച പോലീസ് CRPF ഉദ്യോഗസ്ഥരെ വടിയും കല്ലും ഇഷ്ടികയും ഉപയോഗിച്ച് ആക്രമിച്ചു. 3 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചെന്നും കേസുണ്ട്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വധശ്രമ കുറ്റം, 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന മറ്റു കുറ്റങ്ങൾ,
മാരകായുധവുമായി ആക്രമിക്കൽ, പൊതുമുതൽ നശിപ്പിക്കൽ, സായുധ കലാപം ഇവയാണ് ചുമത്തിയിട്ടുള്ളത്. വധശ്രമം ഒഴികെയുള്ള കുറ്റങ്ങൾ പോലീസുകാരനെതിരായ ആക്രമണത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന 300ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 200 പേരെങ്കിലും അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇതിനായുള്ള പട്ടിക പോലീസ് തയ്യാറാക്കി വരികയാണ്. അതേസമയം അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്ന് സമരത്തിനെതിരായ പല പ്രവർത്തകരും ഒളിവിൽ പോയിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസും CPM-ഉം ഒത്തുകളിച്ചതായി ആരോപണം ഉയർന്നിരുന്നു. കന്റോൺമെന്റിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് CPM-ന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ്. തമ്പാനൂരിലും സ്ഥിതി വ്യത്യസ്തമല്ല. സർക്കാർ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചതോടെയാണ് ഇഡിക്കെതിരായ ആക്രമണം കണ്ട് പോലീസ് മാറി നിന്നത്. ശക്തിയായി പ്രതിരോധിച്ചിരുന്നുവെങ്കിൽ കേന്ദ്ര ഉദ്യോഗസ്ഥർക്ക് ഇത്തരമൊരു അപമാനം ഉണ്ടാകുമായിരുന്നില്ല. അതിനുള്ള സാഹചര്യം സർക്കാർ തന്നെ ഒരുക്കിയില്ല എന്ന് പറയുന്നതാവും ശരി. പറ്റുമെങ്കിൽ CPM-ന് ഒരു പണിയിരിക്കട്ടെ എന്ന് സർക്കാർ കരുതി കാണും. നിരാലംബരായ കുറെ സാധാരണ CPM പ്രവർത്തകർ കേസിൽ പ്രതിയായതോടെയാണ് അക്രമ ഗൂഢാലോചനയിലേക്ക് തിരിയാൻ ഇഡിയെ പ്രേരിപ്പിച്ചത്. പിടിയിലായ പലരും സാധാരണ കുടുംബങ്ങളിലെ അംഗങ്ങളാണ്. ചിലർക്ക് നിത്യവൃത്തിക്ക് തന്നെ വകയില്ല. അവരിൽ പലരും പാർട്ടി പറഞ്ഞിട്ടാണ് ഇഡിയെ ആക്രമിച്ചതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ നിർദ്ദേശാനുസരണം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ഇഡി ശേഖരിച്ചു. ഏതെല്ലാം നേതാക്കളുടെ നിർദ്ദേശാനുസരണമാണ് ആക്രമണം നടന്നത് എന്ന വ്യക്തമായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി മുന്നോട്ട് പോകുന്നത്. മൊഴിയിലുള്ള നേതാക്കളെല്ലാം ഏതായാലും പ്രതികളാവും. അവർ ഇഡി കാറുടമയ്ക്ക് നൽകിയ പണം നൽകേണ്ടി വരും. കഷ്ടം. ഈ സഖാക്കളുടെ മക്കളുടെ കാര്യമോർത്ത് സങ്കടം തോന്നുന്നു എന്ന് എഴുതിയാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.